നിസ്കരിക്കാൻ പറയുമ്പോൾ നമുക്ക് വല്ലാത്ത മടി. അതൊക്കെ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും അല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനല്ലേ. എടാ മോനെ, കള്ളു കുടിക്കരുത്, കഞ്ചാവടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത് മോനെ. നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയ എടാ നീ നരകത്തിലാടാ, നീ രക്ഷപ്പെടൂലടാ ചെറുപ്പക്കാരാ. എടാ കള്ളു കുടിക്കുന്നവൻ നീ മനസ്സിലാക്കേണ്ടത്, കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടില്ല, കള്ളു കുടിക്കുന്നവന്റെ കൂടെ സഹവസിക്കാൻ പാടില്ല, അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവനുമായിട്ട് നീ ഇരിക്കാൻ പാടില്ല, അവനോട് സലാം പറയാൻ പാടില്ല. ആയിഷ ബിബി റളിയല്ലാഹു തആല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കള്ളുകുടിയന്റെ കൂടെ പോലും നടക്കാൻ പാടില്ലെന്ന, കഞ്ചാവടിക്കുന്നവന്റെ കൂടെ പോലും നടക്കരുത്, കാരണം അത്രത്തോളം വലിയ പാപം ചെയ്യുന്നവനവൻ. അതൊക്കെ പറയുമ്പോൾ ഉസ്താദ് ഒന്ന് വലിച്ചു നോക്കും. ഉസ്താദിനൊന്നും അറിയാഞ്ഞിട്ടാ. ഇന്നത്തെ ചെറുപ്പക്കാർ കളിയാക്കലും പരിഹാസവും ഒത്തിരി കൂടുതലാ. ഇന്നത്തെ കുട്ടികളുടെ മക്കളെ നിങ്ങൾ ഈ പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ ശരീരം മറച്ച് നടക്കുക, നിങ്ങൾ ഇങ്ങനെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, നിങ്ങൾ ഹറാമ് ചെയ്യരുത്, വിഭജിക്കരുത്, അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരുത്. ഉസ്താദിന് കിട്ടാത്തോണ്ടാ ഉസ്താദ് അങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഇന്നത്തെ യുവതലമുറ പറയുന്നത്, ഉസ്താദ് നിങ്ങൾ എത്ര വയത് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ പറയുന്നത്, നിങ്ങൾ എത്ര തലകുത്തി കിടന്ന് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല. കാരണം ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. നിങ്ങൾ പറയുന്നത് പോലെ മരണത്തിന് ശേഷമുള്ള ആ സ്വപ്ന ലോകത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതാണെന്നാണ് പറയുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.